രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നാലെ പോയി ഓടുകയാണ് ആ നന്ദിയുള്ള നായ. അവിടെ നിന്ന് ആ ഉമ്മാനെ ഖബറടക്കുമ്പോൾ ഈ നായ പിന്നാലെ പോകുന്നുണ്ട്. 1, 2, 3 ദിവസം ഈ നായ ഖബറിൻ്റെ അവിടെ പോയിട്ട് നന്ദി കാണിക്കുന്നൊരു വീഡിയോ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ. ഇന്ന് 2 കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ലഹരി മൂത്തിട്ട്, ലഹരി കടിമപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ സ്വന്തം ഉമ്മയെ കൊന്നൊരു മകൻ. ഞാൻ ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. 10-25 കൊല്ലം തിന്നാൻ കൊടുത്ത് നന്ദിയില്ലാത്തൊരു മോനെ ആ ഗർഭം ചുമന്ന് പ്രസവിച്ച സ്വന്തം മാതാവിനെ തന്നെ തീർത്ത് കളഞ്ഞിക്കാം. അതേസമയം വല്ലപ്പോഴും ഒരു ഭക്ഷണം കൊടുത്തൊരു നായ ഒരു മനുഷ്യന് കൊടുക്കുന്നൊരു നന്ദി ഉണ്ടല്ലോ. ഈ 2 സംഭവങ്ങൾ ഞാൻ ആദ്യം, ആ മനുഷ്യൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം, നായയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. മലപ്പുറം ജില്ലയിലെ പത്തിപ്പിരിയത്തെ ഒരു ഉമ്മ, ആമിൻ താത്ത എന്ന് പേരൊരു ഉമ്മ മരണപ്പെട്ടു. ഈ ഉമ്മ മകളുടെ വീട്ടിലേക്ക് വിരുന്ന് പോയതാ. മകളുടെ വീട്ടിലേക്ക് വിരുന്ന് പോയിട്ട് മരുമകനാണ് കൊണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടാക്കുന്നത്. മരുമകൻ അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി ഗേറ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ പോവാണ്, നിങ്ങൾ ഇനി വീട്ടിൽ കയറൂല. ചുമ്മനായിക്കോട്ടെ മോനെ, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. ഈ ആമിൻ താത്ത വീട്ടിൽ കണ്ട് കയറുമ്പോൾ വല്ലാത്തൊരു കിതപ്പ്, ആ പടിമലത്തേക്ക് വല്ലാത്തൊരു തളർച്ച. ആമിൻ താത്ത അവിടെ കിടന്നു. പിന്നെ ആമിൻ താത്താക്ക് ഒന്നിനും വയ്യാതായി. അപ്പോൾ ആ വീട്ടിൽ ആമിൻ താത്ത ആ വീട്ടിൽ വളർത്തുന്ന നായൊന്നും അല്ല, പക്ഷേ വല്ലപ്പോഴും കാണുമ്പോഴൊക്കെ ഭക്ഷണം എറിഞ്ഞ് കൊടുക്കലുണ്ട്. ആ നന്ദി, ആ നായ ഓടി വന്നിട്ട് താൻ ആ ഭക്ഷണം കൊടുക്കുന്ന ഉമ്മാക്ക് എന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് നായ കുരക്കാൻ തുടങ്ങി. കുരച്ചത് ആ കുരയുടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ വന്നപ്പോഴാണ് ഉമ്മ വിരുന്നിന് പോയോടത്തുനിന്ന് വന്നിട്ട് തളർന്ന് കിടക്കാമെന്ന് അറിഞ്ഞത്. പടച്ചോനെ, ആ ഉമ്മ അങ്ങോട്ട് മരണപ്പെട്ടിരുന്നു. ആ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നാലെ പോയി ഓടുകയാണ് ആ നന്ദിയുള്ള നായ. അവിടെ നിന്ന് ആ ഉമ്മാനെ ഖബറടക്കുമ്പോൾ ഈ നായ പിന്നാലെ പോകുന്നുണ്ട്. 1, 2, 3 ദിവസം ഈ നായ ഖബറിൻ്റെ അവിടെ പോയിട്ട് നന്ദി കാണിക്കുന്നൊരു വീഡിയോ. അൽഹംദുലില്ലാ, ഞാൻ നടുങ്ങിപ്പോയി. ഒരു നായക്ക് തോന്നുന്ന ഒരു ബുദ്ധി പോലും നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്കില്ല. സ്വന്തം മാതാവിനെ ലഹരിമൂത്ത് കൊന്നൊരു വാർത്ത ഞാനിന്ന് കേട്ടത് കണ്ണൂർന്നാണ്. ആ നായ കൊടുക്കുന്നൊരു നന്ദി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ഉമ്മാക്ക് വേണ്ടിയിട്ട്, ആ ഉമ്മാക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ കുരച്ച് നിലവിളിച്ച് കൂടെ വീട്ടിലുള്ള ആളുകളെ ഉണർത്തിയത് ഈ നായയാണ്. ആ നായക്ക് അതിന് പ്രേരിപ്പിച്ചൊരു ഘടകം തിരക്കും. തിന്നാൻ കൊടുത്ത മനുഷ്യന്മാർക്കില്ലാത്തൊരു നന്ദി ഈ നായക്കുണ്ട്. എന്നിട്ട് പേരെന്താണ്? നന്ദിയില്ലാത്ത നായ. എവിടുന്നാണ് ഈ പ്രയോഗം കിട്ടിയത് എനിക്ക് മനസ്സിലായി. നായോളം നന്ദിയുള്ളൊരു നായ വേറല്ല. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അതിലെ നായ ഒരാളുടെ നായ മാത്രമാണ്, ഒരാളുടെ നായാണ് ആ കൂട്ടത്തിലുണ്ടായത്. പക്ഷേ ഖുർആനിൽ പറയുന്നതാണ് വകൽബുഹും ബാസിതുൻ ദിറാഇഹി, അവരുടെ നായ. സ്വർഗത്തിൻ്റെ അവകാശിയാണോ ആ നായ? അവരെ ഖുർആനിൽ ആ നായനെ കുറിച്ചിട്ട് അതിൽ ഒരാളുടെ മാത്രം നായായിട്ട് പോലും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു പ്രയോഗം വകൽബുഹും, അത് അവരുടെ നായായിരുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് ചില നായകൾ നന്ദിയിൽ മനുഷ്യരെ കടത്തിവിട്ടും. സൂഫിയാക്കളുടെ സാഹിത്യങ്ങളിലൊക്കെ കാണാൻ ഞങ്ങൾ നായകളെ പോലെ പടച്ച റബ്ബിൻ്റെ മുൻപിലെ ദാസന്മാരാണ്, നന്ദിയുള്ള ദാസന്മാരാണെന്ന് പ്രയോഗം കാണാം. ആ ഉമ്മാക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇത് കഴിഞ്ഞ ശനിയാഴ്ച എങ്ങനെയാണ് ഉമ്മ മരണപ്പെട്ടത്. അവിടുത്തെ അത് കണ്ട ഒരാളാണ് ഈ വീഡിയോ ഇട്ട് കബറിങ്ങ വന്ന് നിൽക്കുന്ന നായൻ്റെ. നമുക്ക് നായാന്ന് കേൾക്കുമ്പോൾ അത് എന്തോ ഒരു വൃത്തികെട്ട ചെന്നു. മനുഷ്യന്മാരെക്കാൾ മെച്ചാടോ, മനുഷ്യന്മാരെക്കാൾ നന്ദിയുണ്ട് ചില നായകൾക്ക്. നായകളെ നമ്മളങ്ങനെ തള്ളിക്കളയണ വർഗ്ഗമൊന്നുമില്ല. ഈ നനവോടുകൂടി തൊട്ടാൽ 7 വട്ടം കഴുകണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നായ ഒരു മോശം ജീവിയൊന്നുമല്ല. നായകളെ, തെരുവ് നായക്കളെ വളർത്തിയിരുന്ന, അവർക്ക് ഭക്ഷണം കൊടുത്തൊരു ഇമാമാണ് റിഫായി ഷേഖ്. റിഫായി ഷേഖിൻ്റെ കഥ കേട്ടാൽ തെരുവ് നായകൾ, അന്നത്തെ പണ്ഡിതന്മാർ മുപ്പരെ എതിർത്തിരുന്നു. എന്താ കളി കാട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട്. റിഫായി ഷേഖ് തെരുവ് നായകളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, സുഖമില്ലാത്ത നായകളെ പരിചരിച്ചിരുന്നു എന്നാ. ആ ഉമ്മ ആ നായക്ക് ഭക്ഷണം കൊടുത്തതിന് പേരിൽ ആ ഉമ്മ സ്വർഗത്തിലാണെന്ന് ഉറപ്പല്ല റബ്ബേ. എനിക്ക് ആ ഉമ്മനെ അറിഞ്ഞുകൂടട്ടോ. ഈ വീഡിയോ കാണുന്നവർക്കൊരു പക്ഷെ അറിയാം, മലപ്പുറം പത്തപ്പിരിയത്തുള്ള ഒരു ഉമ്മ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേ നാട്ടിൽ നമ്മുടെ കണ്ണൂരിൽ നിന്ന് കേട്ടൊരു വാർത്തയാണ്. ഗീതമ്മ എന്ന പേരിലൊരു മാതാവിനെ ക്രിസ്റ്റി എന്ന പേരിലുള്ള 25 വയസ്സുള്ള മകൻ കൊന്ന്. ഇവൻ ഫുള്ള് ലഹരിക്കഡിക്റ്റാണ്. ഈ അമ്മക്ക് പാവം ഒരു ബ്യൂട്ടീഷ്യനോ എന്തൊക്കെ ആളെ ഭംഗിയാക്കുന്ന ജോലിയൊക്കെയാണ് ഉള്ളത്. ഈ മകനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്കാണ്. പ്രശ്നം ഇവിടെ കിടക്കുന്നത് ലഹരി യഥേഷ്ടമുണ്ട്. എന്നിട്ട് ഇതിനെ ചൊല്ലിയുള്ള വഴക്ക്. ആ വഴക്കിൻ്റെ ഒടുവിൽ കിടപ്പ് മുറിയിൽ വെച്ച് ഈ അമ്മനെ ഇല്ലാതാക്കിയിട്ട് ഇവൻ നേരെ ഫ്രണ്ടിനെ വിളിച്ചു, വാടാതെ നിന്നൊക്കെ വായോ, വണ്ടിയിട്ട് വായോ, ബേക്കേറ്റ് വന്ന് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞ് ഓനെന്തോ കാര്യമുണ്ടെന്ന് കരുതി പോണ വയ്ക്കാൻ പറഞ്ഞു. അമ്മനെ തീർത്തിട്ടാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഏതൊക്കെ ആലോചിക്കും, അത് മദ്രസയെ പഠിച്ചതിൻ്റെ കുഴപ്പമാണ്, അത് കാക്കമാരങ്ങനെയാണ്.
അല്ലേ ഇതൊക്കെ മുസ്ലിം കുറ്റമുള്ള മുസ്ലിങ്ങളാണ്. വേറൊരു കൂട്ടർ അത് സുന്നികളായതുകൊണ്ടാണ്. സുന്നി മദ്രസ പഠിച്ചാൽ അങ്ങനെ തന്നെ, ഞങ്ങളുടെ മദ്രസ പഠിച്ചാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ BJPയുടെ വലിയ നേതാവാണ്, മഹിളാ മോർച്ചയുടെ ജില്ലാ നേതാവാണ് ഈ ഗീതമ്മ. ഇത് ജില്ലാ നേതാവിൻ്റെ കഥയല്ല പറഞ്ഞത്. ഒരു മകന് സ്വന്തം മാതാവിനെ കൊല്ലുന്ന കാണിക്കണ ധൈര്യം ഉണ്ടല്ലോ, അതാണ് ലഹരി. ഈ ലഹരി ഒന്നും ഇല്ലാതാക്കാൻ ഈ സർക്കാർ ചെയ്യണ്ടേ? പിന്നെ എന്തിനാണ് ഈ എത്രയിടത്തും എത്രയിടത്തും അവൈലബിൾ ആണ് ലഹരി. ഇതിനെതിരെ ഒന്നും ചെയ്യില്ല. എന്നിട്ട് പരമാവധി ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ട് ആളുകളെ മുഴുവനും കുടിപ്പിച്ച് വരുമാനം ഉണ്ടാക്കുക. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ വിരോധിയൊന്നും നോക്കണ്ട. ഒന്നിനോടും എനിക്ക് വിരോധമോ പ്രത്യേക അനുഭാവമൊന്നുമില്ല. നമ്മൾ നേർക്ക് നേരെ കാര്യങ്ങൾ കണ്ടത് പറഞ്ഞു എന്ന് മാത്രം. ലഹരി യഥേഷ്ടം ഒഴുകുന്നൊരു നാടായിട്ട് മാറി ദൈവത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഈ നമ്മുടെ നാട്. ലജ്ജ തോന്നുകയാണ്. സ്വന്തം മാതാവിനെ കണ്ണൂർന്ന് കേട്ട രാവിലെ കേൾക്കുന്നൊരു വാർത്തയാണത്. പടച്ചോനെ, ഇതുപോലത്തെ ഒരു മക്കൾ നമുക്കില്ല. ആ ഒരു നായക്ക് കൊടുത്തൊരു നന്ദി പോലും മനുഷ്യൻക്കില്ലല്ലോ. 25 വയസ്സ് വരെ ഇവനെ പോറ്റിയിട്ട് ഇവൻ്റെ തീട്ടും മൂത്രവും കഴുകി വൃത്തിയാക്കിയ ഒരു അമ്മക്ക് കിട്ടിയ പ്രതിഫലം എന്താണ്? അവൻ്റെ കൈകൊണ്ട് തന്നെ അമ്മൻ്റെ ജീവൻ പോയി. അച്ഛൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ഒരു മകള് കെട്ടിച്ചെടുത്തായിരുന്നു, നിസ്സഹായമായിട്ട് കിടക്കുകയാണ്. പല വീട്ടിൽ കുട്ടികളെ നല്ലടുത്ത് കൗൺസിലിങ്ങിൻ്റെ ഉമ്മ വന്നിട്ട് പറയാണ്, ചീത്തറിഞ്ഞ കാത്തിയെടുത്തിട്ട് നെഞ്ചത്തൊരു വരയത്രേ, കാത്തിയെടുത്ത് കുത്തുന്നു, ഉമ്മക്ക് പേടിയാണെന്ന്. 9 പഠിക്കണ മോനാണ്. ഇതാണ് ലോകം. മക്കളെ പേടിയാണ് മാതാപിതാക്കൾ. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള വാപ്പാര് ഗൾഫിലാണ്, ആ ഉമ്മാർക്ക് മക്കളെ പേടി നിയന്ത്രണത്തിലില്ല. നാട്ടിൽ വാപ്പി ഉമ്മയൊക്കെ നാട്ടിലുള്ള മക്കളാണെങ്കിൽ പിന്നെയും കുറേ നേരമാവും. ഇത് എല്ലാം അവൈലബിൾ ഉണ്ട്. ഇത് സർക്കാർ ചെയ്യേണ്ട കാര്യം. ഇതിപ്പോൾ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റും ലഹരി ഇല്ലാതാക്കാൻ. വലിയ ഇൻഫ്ലുവൻസർമാരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. വലിയ ഡാൻസൊക്കെ ആടിയിട്ട് നാട്ടുകാരെ മുഴുവൻ മയക്കന്നിട്ട് മുഴുവൻ. ഇതിപ്പോൾ ഒരു മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഇതിനിപ്പോൾ നബിനെ കുറ്റം പറയാനില്ല, മദർസനെ കുറ്റം പറയാനില്ല, കാക്കമാരെ കുറ്റം പറയാനില്ല. ഇതെങ്ങാണ്ട് വല്ല മുസ്ലിമായ ഒരാളാണ് ഈ അമ്മനെ കൊന്നിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ റബ്ബേ, ആരൊക്കെ മറുപടി പറയണം? മദർസയിലെ ഉസ്താദുമാർ പറയണം. ഇനി കുറച്ച് ആൾക്കാർ സുന്നികളൊക്കെ എന്ത് ക്രൈം ചെയ്താലും ഇങ്ങനെ ഈ സുന്നികളെ കെട്ടിറങ്ങുന്നതിനെ സുന്നികളത് പറഞ്ഞ് പഠിപ്പിക്കണേ. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളെ കൊന്ന ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തൊരു ശിക്ഷ ഞാൻ അങ്ങനെ തന്നെ പറയാം. ഒരാൾക്കൊരു ക്യാൻസർ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഒരാൾക്കൊരു ക്യാൻസർ വരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സന്തോഷം തോന്നിയത് ഇയാൾക്ക് ക്യാൻസർ വന്നപ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വെളിപ്പെടുത്തിയത് ഇയാൾക്ക് ക്യാൻസറാണ്. ആർക്ക്? ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്. ഇത് അള്ളാഹ് കൊടുത്ത ശിക്ഷ നിൽക്കൂട്ടെ. ക്യാൻസറിൻ്റെ വേദന കീമോ ചെയ്താലും അത് മാറിക്കിട്ടാൻ പ്രയാസമാണ്. ഇയാൾക്ക് പടച്ചോൻ കൊടുത്തത്. ഇയാൾ കുറച്ച് കാലമായിട്ട് ഇറാനുമായി ഇതിൽ ഇയാൾക്ക് കാണാതാവലുണ്ടല്ലോ. അപ്പോൾ ഇയാൾ മരണപ്പെട്ടു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പല കിംവദന്തികളാണ്. അപ്പോൾ ഇയാൾ ചികിത്സയിലായിരുന്നു, കീമോ ചികിത്സയിലായിരുന്നു. എന്തൊക്കെ മുഖത്ത് ആവരണങ്ങൾ ഇട്ടാലും പടച്ചോൻ കൊടുക്കുന്നൊരു ശിക്ഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അയാൾക്ക് പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് പടച്ചോൻ കൊടുത്തൊരു ശിക്ഷ തന്നെയാണ് എന്ത് ക്യാൻസർ ആയിട്ടുള്ളത്. സാധാരണ ഒരാൾക്ക് ക്യാൻസർ വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു സങ്കടം തോന്നുക, പാവല്ലേ എന്തല്ലേ. ഇയാൾക്ക് അങ്ങനെ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ എന്തോന്ന് അറിഞ്ഞൂടാ ഉള്ളിൽ. എൻ്റെ വിചാരം തെറ്റാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരാൾക്കൊരു ദുരന്തം വരുമ്പോൾ സന്തോഷിക്കണം ശരിയല്ല. ഞാൻ ഇയാളുടെ മുഖം കാണുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വരിക ഗസയിലെ കുട്ടികളുടെ മുഖമാണ്. എത്ര പാവം കുട്ടികളെ അയാളുടെ ഭരണം, അയാളുടെ കീഴിലുള്ള സൈന്യം കൊന്നു കളഞ്ഞത്. ഇറാനായിട്ട് കളിച്ചപ്പോഴാണ് കുറച്ച് ആൾക്കൊന്ന് മേലിൽ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ പടച്ചോൻ കൊടുത്തൊരു വേദന തന്നെയാണ്. ഒന്ന് അറിയണം, ഈ വേദന അറിയും. അള്ളാഹു അയാൾക്കുള്ള പരീക്ഷണമാണ്. എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ നിലവിളികളും കരച്ചിലൊന്നും വെറുതെ ആവില്ല. ഇപ്പോഴും വെടിനിർത്തലിന് ശേഷം ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു പിശാചാണ് ഈ ഒരു ചങ്ങാതി. അപ്പോൾ അയാൾക്ക് അള്ള കൊടുത്തത് തന്നെ ആയിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുള്ളത്. ഞാനങ്ങനെ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഞാൻ കാണിച്ചു തരാം. ഈ ഫ്ലാഗുള്ള രാജ്യം ഏതാണെന്നുള്ളതാണ്. ഞാൻ ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഈ രാജ്യത്താണ് ഈ മഹാഭാരതത്തിലെ പല സംഭവങ്ങളും പല കഥകളും നടന്ന ഒരു പരാമർശിക്കപ്പെടുന്നൊരു രാജ്യം ഇതാണ്. പിന്നെ ഈ രാജ്യത്ത് എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഒരുപാട് ധാതു സമ്പത്തുകളുടെ രാജ്യമാണ്. ഈ രാജ്യത്ത് ബുദ്ധമതം വളരെ വലിയ പ്രതാപത്തിലുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് ഇവിടേക്ക് ഇസ്ലാം വരുന്നത്. പ്രധാനമായിട്ടും ഹംബലി മദ്ഹബുകാരാണ് ഈ നാട്ടിലുള്ളത്. ഇന്നൊരു മുസ്ലിം കൺട്രിയാണ്. ദീർഘകാലം റഷ്യയുമായിട്ട് യുദ്ധം നടന്ന പാരമ്പര്യമുള്ള രാജ്യമാണ് ഈ ഒരു രാജ്യം. പിന്നീട് അമേരിക്കയുമായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. ഇന്ന് ഈ നാട്ടിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ അമേരിക്കയുടെ എന്താ പറയുക ഏറ്റവും സൗഹൃദമുള്ള ഒരു ഭരണകൂടമാണ്. ഇന്ത്യയുടെയും സൗഹൃദമുള്ള ഭരണകൂടമാണ്. ഇവരുടെ മെയിൻ ശത്രു പാകിസ്ഥാനാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഇതിലത്തെ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ RSSൻ്റെ ഓഫീസുകളൊക്കെ സന്ദർശിച്ചവരാണ്. പിന്നെ ഇതിലേക്ക് വലിയ ക്ലൂ വേണോ? പിന്നെ ഒരു കാലത്ത് ഇന്ത്യയിലെ ചില അറസ്റ്റിലായ തീവ്രവാദികളെ വിട്ടയക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനം റാഞ്ച് ചെയ്തിരുന്നു. ആ വിമാനം റാഞ്ച് ചെയ്ത് ഇവിടേക്കാണ്
കൊണ്ടുപോയത്. ഒരുപാട് ക്ലൂകൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പതാകയാണ് നമ്മൾ ഈ കാണിച്ചത് എന്നുള്ളതാണ് ചോദ്യം. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ ഉത്തരം ജോർദാൻ എന്നുള്ളതാണ്. ജോർദാൻ, അതാണ് ശരിയായ ആൻസർ. അപ്പോൾ ഈ ഒരു ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റെതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. പരമാവധി ക്ലൂകളൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.